അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് മഗ്‌രിബിയോടുകൂടെ നമ്മൾ കാലെടുത്ത് വെക്കുന്നത് പരിശുദ്ധമായിട്ടുള്ള ഷാബാനിൻ്റെ അവസാന പത്തുകളിലേക്കാണ്. റമദാൻ മാസം നമ്മുടെ അടുത്തെത്തി, ഏറ്റവും അടുത്തെത്തി. ഇനിയും പ്രായശ്ചിത്തവും പശ്ചാത്താപവും ഒന്നും ചെയ്യാത്തവർ മനസ്സറിഞ്ഞ് പടച്ചോൻ്റെ മുമ്പിൽ ഒന്നിരിക്കുക. അതിന് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് സമയം കണ്ടെത്തുക അല്ലേ. ഇന്നത്തെ വീഡിയോ സാമ്പത്തികമായിട്ട് വളരെയധികം പ്രയാസപ്പെടുന്ന, ബുദ്ധിമുട്ടുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇൻഷാ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഖജനാവിൽ നമുക്ക് ആവശ്യമായതും അതിൽ കൂടുതലും സമ്പത്ത് ഉണ്ട്. അപ്പോൾ നമ്മൾ ജോലി ചെയ്തുണ്ടാക്കുന്ന ഓരോ രൂപയും നമുക്ക് തന്നെ അർഹമായിട്ടുള്ള രീതിയിൽ, അനുഗ്രഹമാകുന്ന രീതിയിൽ ഉപയോഗപ്പെടുത്താൻ അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് തന്നെ വഴി കാണിച്ചു തരും. അതേപോലെ തന്നെ കടമൊക്കെ, അതായത് ഈ ഗോൾഡൊക്കെ കൊണ്ടുപോയി പണയം വെച്ചിട്ട് പലിശയിൽ കുടുങ്ങിക്കിടക്കുന്ന ഓരോ വ്യക്തികൾ ഉണ്ടാകുമല്ലോ, അവരൊക്കെ ചെയ്തു നോക്കുക. തീർച്ചയായിട്ടും ഇതിന് നിങ്ങൾക്ക് വളരെ വേഗത്തിൽ തന്നെ ഉത്തരം കിട്ടുന്ന ഒരു കാര്യമാണ്. ഇൻഷാ അള്ളാഹ് നമുക്കത് ഏതാണെന്ന് ഒന്ന് നോക്കാം. റബ്ബിൻ്റെ സഹായം നമുക്ക് വേണ്ടേ? അപ്പോൾ അതിന് നിങ്ങൾ ഈ ഒരു അമലിനെ മനസ്സറിഞ്ഞ് ചെയ്യണല്ലേ. നമുക്കതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ കാണുന്ന ആളുകൾ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക. കാരണം യൂട്യൂബിൻ്റെ സജഷൻ ലിസ്റ്റിൽ വീഡിയോ എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് ലൈക്ക് ചെയ്യണം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സ്, ഫാമിലീസ്, അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കണം. കടമുള്ള വ്യക്തികളുണ്ട്, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുന്ന വ്യക്തികളുണ്ട്. ഇത്തരം ആളുകളിലേക്കൊക്കെ ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടെ ചെയ്യാം. അതേപോലെ തന്നെ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ കാര്യങ്ങളും റെഡിയാക്കി തരും. നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ജീവിതത്തിലേക്ക് വരുമ്പോൾ എന്താണെന്ന് പറയാം, നമുക്ക് ഉറങ്ങി നീച്ചത് മുതൽ രാവിലെ മുതൽ നമുക്കൊരു അടി കിട്ടിയതുപോലെ അന്ന് രാത്രി വരെ നമുക്കൊരു സുഖം ഉണ്ടാവില്ലല്ലോ. അതേപോലെ ജീവിതത്തിൽ പെട്ടെന്ന് വന്നിട്ടുള്ള ഒരു ദുഷ്കരമാകുന്ന ഒരു സംഭവം, നമ്മൾ വലിയൊരു പരീക്ഷണത്തിൽ അകപ്പെട്ടു പോയിക്കാണ്. അതിന് നമുക്ക് പുറത്തേക്ക് കടക്കാൻ കഴിയണില്ല. നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രയത്നിച്ച് കഠിനമായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ചെയ്യണുണ്ട്. പക്ഷേ അതിലേക്ക് എത്തണില്ല. നമുക്ക് വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. മക്കളുടെ ഭാഗത്തു നിന്നാണെങ്കിലുള്ള പ്രശ്നങ്ങൾ, ഭാര്യയുടെ ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ജ്യേഷ്ഠൻ അനുജന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ, ഉമ്മാക്കും ഉപ്പാക്കും പ്രശ്നം. ഈ ആളിങ്ങനെ ഒറ്റത്തടിയായി നിൽക്കുകയാണ്. കടമാണെങ്കിൽ തലക്ക് മേലെ കുന്നുകൂടി ഉണ്ടേനും ഒപ്പം ഈ ഒരു പ്രശ്നം കൂടെ വന്നിട്ടുണ്ട്. ഇതൊക്കെ കൂടി ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നോർമൽ മനുഷ്യന് പ്രാന്തായി പോകും. അയാളുടെ ജീവിതം അവസാനിപ്പിച്ചു പോകും. അപ്പം എന്ത് ചെയ്യുക? ഇത്തരം ഒരു സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങൾ പടച്ചോൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് പരിശുദ്ധമായിട്ടുള്ള ഷാബാൻ മാസത്തിൻ്റെ അവസാന പത്തിലെ ഈ ഒരു സമയത്ത് ആത്മാർത്ഥമായി കൊണ്ട് തന്നെ റബ്ബിൻ്റെ മുമ്പിൽ കൈ ഉയർത്തിയിരുന്ന് ഈ പറയുന്ന ഒരു അമൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിനുള്ളൊരു വഴി റബ്ബ് നിങ്ങൾക്ക് കാണിച്ചു തരും. ഇത് ഞാൻ വെറുതെ പറയുന്ന ഒരു കാര്യമല്ല, പടച്ച തമ്പുരാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചോളി, ഞാൻ അതിനുള്ള ഒരു ഉത്തരം നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് നൽകുന്നതായിരിക്കും എന്നുള്ളത്. റബ്ബിൻ്റെ സഹായം നമുക്ക് വേണോ? അത് നമ്മൾ മനസ്സറിഞ്ഞ് റബ്ബിനോട് ചോദിക്കുക. രണ്ട് കൈയും നീട്ടി റബ്ബിനോട് ചോദിക്കുക. മറ്റൊരാളോടും പറഞ്ഞാൽ കിട്ടാത്ത സമാധാനം നിങ്ങൾ റബ്ബിൻ്റെ അടുത്ത് നിങ്ങളുടെ പ്രശ്നങ്ങളെ, പ്രയാസങ്ങളെ, ദുഃഖങ്ങളെ, നിങ്ങളുടെ ആഗ്രഹങ്ങളെ പറയുമ്പോൾ കിട്ടും. പക്ഷേ ഈ ഒരു ആഗ്രഹം നിങ്ങൾ മറ്റൊരാളോടാണ് ചെന്ന് പറയുന്നതെങ്കിൽ എല്ലാവരും നമ്മളെ ചിരിച്ച് സപ്പോർട്ട് ചെയ്യുന്നത് അത് നമ്മളോടുള്ള സ്നേഹം കൊണ്ടല്ല. ചില ആളുകളുണ്ട്, നമുക്ക് അനുഗ്രഹം കിട്ടുന്നത് കാണുമ്പോൾ അവരുടെ ആ ഒരു കണ്ണിലെ തീ ജ്വാല മതി ആ ഒരു അനുഗ്രഹം നാശകോശമായി പോകാൻ, നശിച്ചു പോകാൻ. കാരണം എന്താണെന്നറിയോ? നമ്മൾ ചില ആളുകളുടെ അനുഗ്രഹം കാണുമ്പോൾ ചില ആളുകൾ പറയുന്നത് കേൾക്കാം, മാഷാ അല്ലാ. മറ്റു ചിലർ ചിരിക്കുന്നത് കാണാം. അപ്പോൾ മറ്റു ചിലർ എന്ത് പറയും? അവനക്കത് കിട്ടിയല്ലോ, അവനെ ഞാൻ ശരിയാക്കി തരാം. ഇത്തരത്തിൽ ചില ആളുകൾ പറയുന്നത് കേൾക്കാറുണ്ട്. അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, എന്തെങ്കിലുമൊക്കെ വാക്ക് തർക്കത്തിൽ ഏർപ്പെടുന്ന ഒരു സമയത്ത് പറയുന്ന കാര്യമാണ്, നീ എൻ്റെ അടുത്താണ് കളിച്ചിട്ടുള്ളത്, അന്നെ ഞാൻ ശരിയാക്കി തരാം. ഇത്തരത്തിൽ പറയുന്ന വ്യക്തികൾ, ഇത്തരം ആളുകളെ നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു വിഭാഗം ആളുകളാണ് അല്ലേ. ഇത്തരക്കാരുടെ ഷെറിൽ നിന്നും അതേപോലെ തന്നെ മറ്റുള്ള നമുക്ക് പ്രയാസമാക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങളെ
പ്രതിസന്ധികളാക്കി തീർക്കുന്ന ചില വിഭാഗം ആളുകളുണ്ട്. അവരുടെ ഷർറിൽ നിന്നും പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങളിൽ നിന്നും സിഹർ, കണ്ണേറ്, നാക്കേറ് ഇതുപോലുള്ള പ്രശ്നങ്ങളിൽ നിന്നും ഒക്കെ റബ്ബ് സുബ്ഹാനഹു തആല നമ്മളെ കാവലിലാക്കുക തന്നെ ചെയ്യും ഈ ഒരു അമല് ചെയ്തിട്ടുണ്ടെങ്കിൽ. എന്താണെന്ന് പറയാ, സമ്പത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല, ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്കും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്കും ഒക്കെ ഈ ഒരു അമലിനെ ഉപയോഗപ്പെടുത്താവുന്നതാണ് അല്ലേ. ഇത്തരത്തിൽ നമ്മുടെ ആവശ്യങ്ങൾ എന്താണെങ്കിലും ആ ആവശ്യത്തെ നമ്മൾ റബ്ബിനോട് പറയാം. അത് മാത്രമേ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. ഒരിക്കലും നമ്മളുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു പ്രധാനപ്പെട്ട ഒരു ഇടങ്ങേറ് ഒരിക്കലും നമ്മൾ മറ്റൊരാളോട് പോയി ഷെയർ ചെയ്യാതിരിക്കുക. കാരണം ആ ഒരു കേൾക്കുന്ന സമയത്ത് അയാൾ നമ്മൾ നന്നായിട്ട് എന്താ പറയുക, സാരമില്ല കേട്ടോ, ഒക്കെ ശരിയാകും, ഞാനില്ലേ കൂടെ എന്നൊക്കെ പറയും. പക്ഷേ ആ ഒരു സമയമാണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ അവിടെ നിന്ന് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അത് പിന്നെ അവർക്കൊരു ആഘോഷക്കാരെ എങ്ങനെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ഫ്രണ്ട്സിനെ വിളിച്ച് പറയുന്നു, നമ്മുടെ കുടുംബക്കാർക്ക് വിളിച്ച് പറയുന്നു, അവിടെ അങ്ങനെയാണ് ഇത്രേ. അത് അവർക്കൊരു ചർച്ചിക്കാനുള്ളൊരു സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും നമ്മുടെ പ്രയാസങ്ങളെ, നമ്മളൊരു പരീക്ഷണത്തിൽ അകപ്പെട്ടു പോവുകയാണ്, നമ്മുടെ ഹസ്ബൻഡിന് ജോലി ഇല്ലാതായി പോവുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ മകന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് കിട്ടാതായി പോവുകയാണ്, നല്ല സാലറി ഉള്ളൊരു ജോലി തൻ്റെ മകൻക്കുണ്ട്, അത് പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് റിസൈൻ ചെയ്ത് പറഞ്ഞയക്കുകയാണ്, പെട്ടെന്ന് എക്സിറ്റ് അടിച്ച് നാട്ടിലേക്ക് പോരുകയാണ്. ഇത്തരം കാര്യങ്ങളൊന്നും ഇന്ന പ്രശ്നങ്ങൾ കൊണ്ടാണെന്ന് മറ്റുള്ളവരെ അറിയിക്കാതിരിക്കുക. അതാണ് നമുക്കും നമ്മുടെ കുടുംബത്തിനും സേഫ് ആയിട്ടുള്ള ഒരു കാര്യം. കാരണം ഇത്തരത്തിൽ മറ്റുള്ളവർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർക്കൊന്ന് പറഞ്ഞു ചിരിക്കാനും, ആ പറഞ്ഞു ചിരിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നൊരിടങ്ങേറും അത് രണ്ടും കൂടി കലർന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ മനസ്സിന് വെറുതെ വരുന്ന ദേഷ്യമാകും, എന്താ പറയുക, എപ്പോഴും ടെൻഷനാകും, എപ്പോഴും ആലോചിച്ചിരിക്കേണ്ട ഒരു അവസ്ഥ വരും. ഇത്തരത്തിലൊക്കെ ഒരുപാട് ആളുകളെ കാണാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ ഒരിക്കലും നമ്മുടെ ഒരു കാര്യം മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യാതിരിക്കുക. അനുഗ്രഹങ്ങളെ നല്ല രീതിയിൽ മറ്റുള്ളവർക്ക് മുമ്പിൽ പറയാം. ഇന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിടയിൽ ഒരുപാട് ആളുകൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കുട്ടിക്ക് ഒരു റാങ്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഫേക്ക് എടുത്തിട്ട് സ്റ്റാറ്റസ് ഇടും, സ്റ്റോറി ഇടും, 4 ആളെ കാണിക്കും അല്ലേ. അതൊരു അഭിമാനമാണ്. മറ്റുള്ളവൻ്റെ കുട്ടിക്ക് കിട്ടിയില്ലല്ലോ, അല്ലെങ്കിൽ അവന് അന്ന് ആ ഒരു രീതിയിൽ പോസ്റ്റ് ഇട്ടിരുന്നു, ഇന്ന് എൻ്റെ കുട്ടിക്ക് കിട്ടിയപ്പോൾ ഞാനും ഇടുകയാണ്. ഈ രീതിയിലാണ് ഇന്ന് മാതാപിതാക്കളുടെ ആണെങ്കിലും നമ്മുടെ നാട്ടുകാരുടെ ആണെങ്കിലും നമ്മുടെ സമൂഹത്തിൻ്റെ ആണെങ്കിലും ഒരു പോക്ക്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഈ പറയുന്ന ഒരു അമലിനെ ഒരു 7 ദിവസം തുടർച്ചയായിട്ട് നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ. പരിശുദ്ധമായിട്ടുള്ള ഷാബാനിൻ്റെ 21ാമത്തെ രാവാണ് ഇന്ന്. നിങ്ങൾ ഈ ഒരു അമലിനെ എന്നാണോ കേൾക്കുന്നത്, എന്ന് കേട്ടാലും ആ കേൾക്കുന്ന സമയം മുതൽ നിങ്ങളിതിനെ നിയ്യത്ത് വെച്ചോളിയും. കുറച്ച് സമയം നിങ്ങളിതിന് ഇരിക്കണല്ലേ. എന്താണെന്നറിയോ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കുറച്ച് മെനക്കെടണം, അല്ലെങ്കിൽ വളരെ കഠിനമായിട്ടുള്ള ഒരു കാര്യം നടന്ന് കിട്ടണം. എൻ്റെ ഭർത്താവ് ഇന്നെന്ന് വിളിക്കണം, വർഷങ്ങളായിട്ട് തെറ്റിയിരിക്കുകയാണ്, അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് മറ്റൊരു ബന്ധത്തിലാണ്, തന്നെയും തൻ്റെ മക്കളുടെ ഒന്നും നോക്കണില്ല, ഈ രീതിയിലൊക്കെ പറഞ്ഞ് കമൻ്റ് ഇടുന്ന ഒരുപാട് സഹോദരിമാർ എനിക്ക് അറിവുള്ളതുണ്ട്. ഓരോ കമൻസുകൾ കാണാറുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇത്തരത്തിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ആവശ്യം എന്താണെങ്കിലും അതിനെ നിയ്യത്ത് വെച്ച് നമ്മുടെ തഹജ്ജുദ് നിസ്കരിക്കുമല്ലോ, ആ സമയം മുതൽക്ക് നിങ്ങൾ എല്ലാവരും ഒരു 1000 തവണ അല്ലാഹു സുബ്ഹാനഹു തആലാക്ക് സ്വല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലി, സ്വല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലി, ഈ പരിശുദ്ധമായിട്ടുള്ള സ്വലാത്തിനെ 1000 തവണ മനസ്സറിഞ്ഞുകൊണ്ട് തൻ്റെ മനസ്സിലെ ഇടങ്ങേറുകളായാലും പ്രശ്നങ്ങളായാലും പടച്ചോൻ്റെ മുമ്പിലിരുന്ന് 2 കൈയും നീട്ടിയിട്ട്, റബ്ബേ ഇങ്ങക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചൊല്ലണത്, എൻ്റെ റസൂലിൻ്റെ സലാത്താണ്, ആ രീതിയിൽ നമ്മുടെ മനസ്സ് തുറന്ന് പടച്ചോനോട് നിങ്ങളോട് പറഞ്ഞു നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ റബ്ബ് വളരെ വേഗത്തിൽ ഇങ്ങക്ക് പെട്ടെന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ചൊല്ലുക ഇന്ന് തന്നെ കിട്ടും എന്നുള്ള രീതിയിലല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ കുറച്ച് ദിവസം ഒരു തുടർച്ചയായിട്ടൊരു 7 ദിവസമെങ്കിലും ഈ ഒരു രീതിയിൽ ഈ ഒരു സലാത്തിനെ ചൊല്ലി നോക്കി. ഈ സ്വലാത്തിൻ്റെ ഫലം ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക തന്നെ ചെയ്യും. അപ്പോൾ എല്ലാവരും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറില്ലേ. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാം. ഇത് അശുദ്ധിയുള്ള സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം.
ഒരിക്കലും നമ്മൾ ഈ ഒരു അമല് ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ ജീവിതത്തിലുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ അവനെ നശിപ്പിക്കണം അല്ലെങ്കിൽ അവനെ ഇല്ലായ്മ ചെയ്യണം, ഈ രീതിയിലൊന്നും ദുആകളിൽ മറ്റുള്ളവരെ ഉൾപ്പെടുത്താതിരിക്കാം. പരിശുദ്ധമായില്ല ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന സമയങ്ങളാണ് ഇനി ഓരോന്നായിട്ടും ഉള്ളത്. അപ്പോൾ അവരിൽ നമ്മുടെ കുടുംബത്തിലുള്ള, നമ്മളുടെ ചുറ്റുമുള്ള, നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവരെയും നമ്മളെ ദുആകളിലൊക്കെ ഉൾപ്പെടുത്തുകയും ചെയ്യാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നല്ലൊരു വിഷയമായിട്ട് ഇനി വീണ്ടും വരാം. ദുആ വസിയത്തോടു കൂടെ നിർത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.